പല ആളുകളും പരാതി പറയാറുണ്ട്, ഉസ്താദ് വീടുകളിൽ എപ്പോഴും പ്രശ്നമാണ്, പ്രയാസമാണ് എന്ന്. പരസ്പരം അടിയും വഴക്കും കലഹവും, എന്ത് ചെയ്യണമെന്നറിയില്ല, പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ അടി, മാതാപിതാക്കളും മക്കളും തമ്മിൽ വഴക്ക്, സഹോദരങ്ങൾ തമ്മിൽ വഴക്ക്. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് കിട്ടാൻ എന്താണ് മാർഗം, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നിങ്ങനെ പല ആളുകളും ചോദിക്കാറുണ്ട്. വീട്ടിലൊരു റാഹത്തില്ല, ജോലിയിൽ സന്തോഷമില്ല, എത്ര സമ്പാദിച്ചാലും അതൊന്നും കയ്യിൽ നിൽക്കുന്നില്ല, ഇല്ലേ? പല മക്കളുടെ ഇടയിൽ പ്രശ്നം, ഇങ്ങനെ പലരും സങ്കടം പറഞ്ഞവരുണ്ട്. ഇതിനൊക്കെയുള്ളൊരു പരിഹാര മാർഗം മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദ്യമായി എന്താണ് പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ പ്രശ്നമുണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം സാക്ഷാൽ ഇബ്ലീസിൻ്റെ, അതായത് ഷെയ്ത്താൻ്റെ ഇടങ്ങേറുകളാണ്. ഷെയ്ത്താൻ നമ്മളെ സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല. കാരണം നമ്മുടെ കൽബ് സമാധാനപ്പെട്ടിരിക്കുമ്പോൾ, അതായത് നമുക്ക് സ്വസ്ഥമായി ടെൻഷനൊന്നും ഇല്ലാതെ, പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ കഴിയുക, അല്ലേ? നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ടെൻഷനൊന്നും ഇല്ലാത്ത കൽബാണ് എങ്കിൽ അയാൾക്ക് നല്ലതുപോലെ റാഹത്തായി നിസ്കരിക്കാൻ കഴിയും. അതേസമയത്ത് ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി പ്രയാസത്തിൽ കടവും പേറി നടക്കുന്ന, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഇടങ്ങേറിലാണ് എങ്കിൽ നമുക്ക് ആ നിസ്കാരത്തിൽ ഒരു ഖുശൂഉ ഉണ്ടാവില്ല, ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. അപ്പം ഇബ്ലീസിന് അത് കൃത്യമായിട്ടറിയാം. കറക്റ്റ് പോയിന്റിലായിരിക്കും അത് നമുക്ക് പണി തരിക, ഇല്ലേ? അപ്പോൾ സാക്ഷാൽ ഇബ്ലീസിൻ്റെ കടന്നുകയറ്റം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ വീടുകളിലേക്ക് ഇബ്ലീസ് കയറിക്കൂടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് ഇബ്ലീസ് കയറിക്കൂടുക, അതുപോലെ നമ്മുടെ വീട്ടിൽ തമ്പടിക്കുക, നമ്മുടെ വീട്ടിൽ ഇബ്ലീസിൻ്റെ താവളമാക്കുക. ഇങ്ങനെ ഷെയ്ത്താന്മാർ നമ്മുടെ വീട്ടിൽ കൂട്ടുകൂടി, അവർ കൂട്ടം കൂടി നമ്മുടെ വീട് ഷെയ്ത്താന്മാരുടെ താവളമാക്കിയെടുക്കും. അത് നമ്മൾ തന്നെ കാരണക്കാരാവും. അത് ചില കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിൽ വലിയ സമാധാനവും സ്വസ്ഥതയുണ്ടാകാൻ കാരണമായി തീരും. ഒന്നാമത്തെ സംഗതികൾ, നമ്മുടെ ബാത്റൂമുകൾ, നമുക്കറിയാം ശൗചാലയങ്ങൾ, അതായത് നമ്മുടെ ടോയ്ലറ്റുകളൊക്കെ ഇബ്ലീസിൻ്റെ വാസകേന്ദ്രങ്ങളാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? നമ്മൾ വീട്ടിലെ ബാത്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ബിസ്മില്ലാഹിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഇല്ലേ, ഈ ശപിക്കപ്പെട്ട പിശാചുകളിൽ നിന്നും, അതായത് ആൺ പെൺ പിശാചുക്കളിൽ നിന്നും അള്ളാഹുവിനോട് ഞാനിതാ കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ഇരുന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ബാത്റൂമിലേക്ക് കടക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ അൽഹംദുലില്ലാഹ് പറയുകയും ചെയ്യണം. എന്തുകൊണ്ടാണ് നബി തങ്ങൾ അത് പഠിപ്പിച്ചത്? കാരണം ഈ ബാത്റൂമുകളിൽ ഇബ്ലീസിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാകും. കാരണം ഇബ്ലീസിന് ദുർഗന്ധമുള്ളിടത്ത് നിൽക്കലാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് സുഗന്ധം പുകയ്ക്കുന്ന വീടുകളിൽ, സ്ഥലങ്ങളിൽ ഇബ്ലീസ് വസിക്കൂല, ഇബ്ലീസ് ഓടിപ്പോടുന്നു. ഇബ്ലീസിന് സുഗന്ധം വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ബാത്റൂമിൽ കടക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ദുആ മറക്കാതെ ചെല്ലാൻ ശ്രമിക്കുക. നമ്മുടെ മക്കളെ കൊണ്ട് ശീലിപ്പിക്കുക. നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യുക, അതൊരു പതിവാക്കുക. അതുപോലെ തന്നെ ആ ബാത്റൂമിൻ്റെ കവാടങ്ങൾ, വാതിലുകൾ തുറന്നിടാതിരിക്കുക. ഇന്ന് പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം വീടിൻ്റെ പുറത്തായിരുന്നു ബാത്റൂമുകളെങ്കിൽ ഇന്നെല്ലാ വീടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിൻ്റെ അകത്തളത്തിൽ എന്തുണ്ട്, ബാത്റൂമുകളുണ്ട്, അല്ലേ? സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ്. അതൊന്നും മോശമാണെന്നല്ല പറയുന്നത്, മറിച്ച് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ആ ബാത്റൂമിൻ്റെ വാതിലുകൾ നമ്മൾ കടന്നു കഴിഞ്ഞാൽ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്തിടുക. എപ്പോഴും അത് തുറന്നു വലത്ത് ഇങ്ങനെ ഇടാതിരിക്കുക. ഒന്നാമത് പ്രശ്നമെന്ന് വെച്ചാൽ ദുർഗന്ധം പുറത്തേക്ക് വരാൻ അത് കാരണമായി തീരും. രണ്ടാമത് ഇബ്ലീസിൻ്റെ എന്ത് ചെയ്യുക, സാന്നിധ്യം കൂടുതൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക്, അതായത് നമ്മുടെ നിസ്കാര സ്ഥലങ്ങളിലേക്കും അതുപോലെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കും ഭക്ഷണം കഴിക്കുന്നിടത്തേക്കും ഒക്കെ ഇബ്ലീസിൻ്റെ കൂടുതൽ സാന്നിധ്യത്തിന് അത് കാരണമായി തീരുമെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്, അലക്കാനുള്ള വസ്ത്രങ്ങൾ, അതായത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൂട്ടിയിടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, ചില വീടുകളിൽ കാണാം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു അശ കെട്ടിയിട്ടുണ്ടാവും, ഒരു അയൽ കെട്ടിയിട്ടുണ്ടാവും, അതിലുണ്ടാവും ഇങ്ങനെ കഴുകാത്ത തുണികളൊക്കെ കൊണ്ടുവന്നിട്ടേക്കും. ഇനി ഹാങ്കറുള്ള വീടുകളുണ്ട്, ചുമരിൽ അടിച്ചു വെച്ച ഹാങ്കറുള്ളത്, അതിലിങ്ങനെ കൂട്ടിയിടും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പർദ്ദ മാസങ്ങളായിട്ടുണ്ടാകും കഴുകിയിട്ട് അതിങ്ങനെ തൂക്കിയിട്ടേക്കും അവിടെ. ഇപ്പോൾ നിസ്കാരക്കുപ്പായത്തിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അത് കഴുകാനുള്ളത് പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കി കഴുകി വൃത്തിയാക്കി വെക്കുക. കാരണം ഈ വസ്ത്രങ്ങൾ അലക്കാതെ കൂട്ടിയിടുന്നത് ഇബ്ലീസിന് കൂടുകൂട്ടാൻ കാരണമായി തീരുന്ന സ്ഥലങ്ങളിൽപ്പെട്ടതാണ് എന്ന് കിതാബുകളിൽ കാണാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇബ്ലീസിൻ്റെ വാസകേന്ദ്രം നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ഒരു സംഗതി പറയുന്നുണ്ട്, പാത്രങ്ങൾ അടച്ചു വെക്കാതിരിക്കുക എന്നത്. നമ്മുടെ അടുക്കളയെ സംബന്ധിച്ചിടത്തോളം തുറന്നു മലർത്തി വെക്കുന്ന പാത്രങ്ങൾ, വായുള്ള പാത്രങ്ങൾ, തുറന്നിരിക്കുന്ന പാത്രങ്ങൾ, അതിങ്ങനെ തുറന്ന് ഓപ്പണാക്കി വെക്കാതിരിക്കുക. എപ്പോഴും പാത്രങ്ങൾ ഒന്നുകിൽ കമഴ്ത്തി വെക്കാൻ ശ്രമിക്കുകയോ, മൂടിയുണ്ടെങ്കിൽ അത് അടച്ചു വെക്കാൻ, മൂടി കൊണ്ട് അടച്ചു വെക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകാൻ കാരണമായി തീരും. ഇത് നബി തങ്ങൾ പഠിപ്പിച്ചെന്നാണ്, അല്ലേ? ഇതൊക്കെ നമ്മളൊന്ന് ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർത്തരുമാറാകട്ടെ, പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി തരുമാറാകട്ടെ. കുറഞ്ഞൊരു ടിപ്പ് പറഞ്ഞെന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചെന്നാണല്ലോ. അതെന്തായാലും നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ തീർത്തരുമാറാകട്ടെ. ഇനി ഈ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകാൻ എല്ലാ ദിവസവും
ഒരു തവണ ഏതെങ്കിലും ഒരു സമയത്ത് എന്ത് ചെയ്യുക, ഒരു യാസീൻ അത് കൃത്യമായി ഓതുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുക, ഒരു യാസീൻ നിരന്തരം ഓതുക എല്ലാ ദിവസവും. കാരണം എന്താ അറിയോ, സൂറത്ത് യാസീൻ ലിമാ ഖുരി അലഹു എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാസീൻ സൂറത്ത് എന്തിനു വേണ്ടിയിട്ടാണോ ഓതിയത് ആ കാര്യം നടന്നു കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും യാസീൻ ഓതുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിൻ്റെ നിയത്ത് എന്താണ്, എൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകണം. അങ്ങനെ നിയത്ത് വെച്ച് ഒരു ഭാര്യ ഓതി, അല്ലെ ഭർത്താവ് ഓതി, മക്കൾ ഓതി, ആ വീട്ടിൽ വലിയ ബർക്കത്തുണ്ടാകും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ സങ്കടവും തീർത്ത് സന്തോഷം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറക്കാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.